കാർ എടുത്തത് തന്നെ ഞാനും അതുപോലെ തന്നെ നമ്മുടെ എന്താ പറയാ സ്റ്റാർ മാജിക്കിന്റെ ഒക്കെ സർക്കിളിലുള്ള അത്രയും ആൾക്കാർ പറഞ്ഞിട്ടാണ് അവളൊരു കാർ എടുക്കുന്നത്. അതും എടുക്കുന്ന സമയത്ത് കുട്ടിക്ക് ടെൻഷനാണ്, ഇതെനിക്ക് ലോൺ അടയ്ക്കാൻ പറ്റുമോ അങ്ങനെ ഇങ്ങനെ. ഈ കാർ എടുക്കാൻ പറയാൻ കാരണം തന്നെ അവള് ഇനോഗ്രേഷൻസിനൊക്കെ പോകുന്നത് ഇപ്പൊ നിങ്ങൾ തന്നെ കണ്ടിട്ടുണ്ടായിരിക്കും, ട്രെയിനിലും ബസ്സിലും. അതൊന്നും എന്താ പറയാ മോശമായിട്ടുള്ളൊരു കാര്യമല്ല, നമ്മളും എല്ലാവരും ട്രെയിനിലും ബസ്സിലൊക്കെ പോകുന്നത്. പക്ഷെ അനു ഇപ്പൊ ഒരു സ്ഥലത്ത് നിന്ന് ഇപ്പൊ സീരിയൽ ഷൂട്ട് കഴിഞ്ഞ് ഇപ്പൊ 11 മണിക്കായിരിക്കും, നെക്സ്റ്റ് ഡേ കാലത്ത് 9 മണിക്ക് ഇനോഗ്രേഷൻ ഉണ്ടെങ്കിൽ ഇവിടെ തട്ടമൊക്കെ ഇട്ട് കിട്ടിയ ബസ്സിൽ രാത്രി ഒറ്റയ്ക്ക് പോകുന്നു, തട്ടമൊക്കെ ഇട്ട് പർദ്ദയൊക്കെ ഇട്ടിട്ടായിരിക്കും അനു പോകുന്നുണ്ടാവുക. അറ്റ് ദ സെയിം ടൈം ഒരു എപ്പിസോഡിൽ ഞങ്ങൾ തമാശയ്ക്ക് പറഞ്ഞിട്ടുണ്ട്, അതായത് അനു ലോറിക്ക് കൈ കാണിച്ച് പാലക്കാട് നിന്ന് വന്നിട്ടുണ്ടത്. ഇത് തമാശ മട്ടിൽ നോബിചേട്ടൻ പറഞ്ഞതാണെങ്കിലും അന്ന് ആ ഫ്ലോറിലേക്ക് അവള് വന്നത് 3 മണിക്ക് പാലക്കാട് നിന്ന് പർദ്ദ ഇട്ടിട്ട് കൈ കാണിച്ച് ഏതോ ഒരു തമിഴന്റെയോ ഏതോ ഒരു ലോറിയിൽ കൈ കാണിച്ചിട്ടാണ് അവള് കയറി വന്നത്. അന്ന് നമ്മൾ കുട്ടിയെ കുറെ ചീത്ത പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് എങ്ങനെ എക്കണോമിക്കൽ ആക്കാം എന്ന് ചിന്തിച്ചിട്ടാണ് അനു ഇത്തരത്തിലുള്ള കാര്യങ്ങൾ. ഈവൻ സ്വന്തം കാറ് മേടിച്ചിട്ടും അനു ആ കാറിലധികം പോവാറില്ല. അതായത് അവള് കിട്ടുന്ന കാശ് മൊത്തം സ്വരുക്കൂട്ടി വെക്കുന്ന ഒരാളാ. അപ്പൊ ഇപ്പൊ നിങ്ങൾ പറയായിരിക്കും, PR ലക്ഷ്മി വന്നു, അനുവിന് വേണ്ടി PR ചെയ്യുന്ന ആള് വന്നു എന്ന്. ഞാൻ അനുവിനെ മാത്രമല്ല, നന്നായിട്ട് ഗെയിം കളിക്കുന്ന എല്ലാവർക്കും വേണ്ടി സംസാരിക്കാറുണ്ട്. പക്ഷെ അനുവിനെ എനിക്ക് കൂടുതൽ അറിയുന്നത് കൊണ്ട് ഈ 16 ലക്ഷം PR വേണ്ടി കൊടുക്കണമെങ്കിൽ അനുവിന് എന്തിനാ ബിഗ് ബോസിൽ പോണേ? കണ്ടോ, ഇതാണ് വാട്ട് ഈസ് എക്സാക്ട്ലി അനുമോൾ എന്ന് പറയുന്നത്. അനുമോൾക്ക് പൈസക്ക് ഭയങ്കര എന്താ കഷ്ടപ്പാടുള്ള ഒരു വ്യക്തിയാണ്. പൈസയുടെ വില അനുമോൾക്ക് അറിയാം. അനുമോൾ ഇങ്ങനെയൊക്കെയാണ് ട്രാവൽ ചെയ്തത്. അപ്പം നമ്മൾ സത്യം പറഞ്ഞാൽ റിയൽ ലൈഫും മെന്റലി ഡിഫറെന്റ് ആണ് അല്ലേ. അപ്പോൾ ഒരാളുടെ വീഡിയോസ് കാണുന്നു, ഒരാളെ സീരിയലിൽ കാണുന്നു, ഒരാളുടെ റീല് കാണുന്നു. നമുക്ക് ഒരിക്കലും കയറിയിട്ട് അയാളെ ജഡ്ജ് ചെയ്യാൻ പറ്റില്ല. അതങ്ങനെ ചെയ്യാൻ പാടില്ലാത്തതാണ്. ഇപ്പൊ പലരും എന്റെ അടുത്തും പേഴ്സണലി ചോദിച്ചവരുണ്ട്, ആ കാറ് വിറ്റാൽ തന്നെ ലോൺ അടയ്ക്കാൻ പറ്റുമോ, കടം വീട്ടാൻ പറ്റുള്ളൂ. ഈ കാറ് വാങ്ങിച്ച കാര്യമാണ് ഇപ്പോൾ ലക്ഷ്മി നക്ഷത്രം നമ്മളോട് പറഞ്ഞത്. അതേപോലെ ഒന്ന് ആലോചിച്ച് നോക്കിയേ, കുടുംബത്തിന് വേണ്ടിയിട്ട് ആ കുട്ടി സഹിച്ചു നിൽക്കണം എന്നുള്ളത് ഒരു വീഡിയോയിൽ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതേപോലെ പർദ്ദയൊക്കെ ഇട്ടിട്ട് ബസ്സിന് പോവുക, അതേപോലെ ഇതൊന്നും ആരും ചെയ്യാത്ത കാര്യമൊന്നുമല്ല. പക്ഷെ ഇത് ഇവിടെ എന്തുകൊണ്ട് എടുത്തു പറയണമെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, ഇങ്ങനെയൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ആൾക്ക് 14 ലക്ഷത്തിന്റെ കണക്ക് കേൾക്കുമ്പോൾ തന്നെ ശരി വരണു എന്നാണ് പറയുന്നത്. കാരണം ആ ആള് പൈസ സ്വരുക്കൂട്ടി വെക്കുന്ന അനുവിന്റേതായ ഒരു ഇന്റൻഷൻ ഉണ്ട്. ആരെങ്കിലും ഒന്ന് ആലോചിച്ച് നോക്കിയേ, ഇപ്പൊ ഈ ബസ്സിലും അതിലും പോണ തെറ്റാന്നല്ല ഞാൻ പറയുന്നത്. പക്ഷെ ആ വർക്കിനോടുള്ള ഒരു ഡെഡിക്കേഷൻ, കുടുംബത്തിലോട്ട് പൈസ കൊണ്ടുവരാനുള്ള ഡെഡിക്കേഷൻ, പൈസയോടുള്ള ഒരു വാല്യൂ ഒക്കെ കൊണ്ടല്ലേ ഈ കുട്ടി നട്ടപ്പാരയൊക്കെ ആണെങ്കിലും ലോറി കയറിയിട്ടുള്ള രീതിയിൽ കളിയാക്കി പറയുന്ന രീതിയിൽ സംസാരിക്കുന്നു, ബസ്സിൽ വരുന്നു, എല്ലാം ആൾ അറ്റൻഡ് ചെയ്യുന്നത്, ആൾ അത്രയും സ്ട്രഗിൾ ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. ഒന്നാമത്തെ കാര്യം. പിന്നെ രണ്ടാമത്തെ കാര്യം എനിക്ക് പറയാനുള്ളത്, അനുമോൾ എന്ന് പറയുന്ന വ്യക്തിയും ലക്ഷ്മി നക്ഷത്രമായിട്ടുള്ള ക്ലോസ്നെസ്, അവരുടെ സംസാരവും കാര്യങ്ങളാണ് പറയുന്നത്. അത്രയും ഒരു പൈസ പോകുന്നതിന് അത്രയും ഇമോഷൻ കാണിക്കുന്ന, അല്ലെങ്കിൽ അതിന്റെ ഒരു വാല്യൂ അറിയുന്നവർക്ക് പൈസ ഇല്ലെങ്കിൽ എവറിത്തിങ് ഈസ് ഗോൺ മെസ്. എസ്പെഷ്യലി ഒരു പെൺകുട്ടിയെ സംബന്ധിച്ചിടത്തോളം, കടമുള്ള പെൺകുട്ടിയാണ്, അല്ലെങ്കിൽ പെൺകുട്ടി സ്ട്രഗിൾ ചെയ്യുന്നുണ്ടെങ്കിൽ, സൊസൈറ്റി വൈസ് ആണെങ്കിൽ അവൾ ഫേസ് ചെയ്യുന്ന കാര്യങ്ങളൊന്നും ചെറുതൊന്നല്ല, വളരെ രീതിയിലുള്ള പ്രശ്നങ്ങളും കാര്യങ്ങളും ഫേസ് ചെയ്യും. അപ്പോൾ ഒരു പെൺകുട്ടി, ഒരു സ്ത്രീ പോയിട്ട് കടം വാങ്ങിക്കുമ്പോൾ, സ്ത്രീ കടം ചോദിക്കുമ്പോൾ അവിടെ ആളുകൾ എടുക്കുന്ന ഒരു ഇന്റൻഷൻ, അത് കൊടുക്കാൻ വൈകിയാൽ ഉണ്ടാവുന്ന ഒരു ഇന്റൻഷൻ, അതിന് പുറകെ ആ കുട്ടി ഫേസ് ചെയ്യേണ്ട സ്ട്രഗിള് കാര്യങ്ങളൊക്കെ ഒരുപാടുണ്ട്. അപ്പോൾ അത്രയും സ്ട്രഗിൾ ചെയ്യുന്ന കുട്ടി 16 ലക്ഷത്തിന്റെ PR കൊടുത്തു. PR ഉണ്ടാവുമായിരിക്കും, ഇല്ലെന്നല്ല പറയുന്നത്. അവിടെ എല്ലാവർക്കും PR ഉണ്ട്. കഴിഞ്ഞ സീസണിൽ PR ഇല്ല. ഏത് സീസണിലാണ് PR ഇല്ലാത്തത്? പക്ഷെ ഈ ഒരു സീസണിൽ ഒരു ഹൈലൈറ്റ് കണ്ട, അനുമോൾ മാത്രമേ PR എടുത്തിട്ടുള്ളൂ എന്ന് തോന്നുന്നു. വേറെ ആരും ഇതുവരെ PR എടുത്തിട്ടില്ല, അനുമോൾ മാത്രമേ PR എടുത്തിട്ടുള്ളൂ എന്നുള്ള രീതിയിൽ. അത് ബിന്നെയാണ് ഇത് ഇത്രയും കൂടുതൽ ഫ്ലോപ്പ് ആക്കിയത്. ഇത്രയും ഒരു ടോക്കായിട്ട് പുറത്തോട്ട് കൊണ്ടുവന്നത് ബിന്നിയുടെ ഒരൊറ്റ സംസാരമാണ്. അപ്പൊ ഇത്രയും സ്ട്രഗിൾ ചെയ്യുന്ന ഒരു കുട്ടി, പൈസയുടെ വാല്യൂ അറിയുന്ന കുട്ടി, ഇത്രയും കഷ്ടപ്പെട്ട്, നമുക്ക് ആർക്കെങ്കിലും അറിയാമായിരുന്നു ലക്ഷ്മി നക്ഷത്രം ഇത് പറയുന്നതിന് മുമ്പ് ഈ കുട്ടി ഇത്രയും സ്ട്രഗിൾ ചെയ്തിട്ടാണ് ഫ്ലോറിൽ വന്നത്, പ്രേക്ഷക മനസ്സിന്റെ ഇഷ്ടം തേടിയതൊന്നും നമുക്ക് അറിയില്ല അല്ലെ. അപ്പോൾ ഇതിനൊക്കെ ഒരു വിലയുണ്ട്. ഇനിയിപ്പോ എന്റെ ഒരു ഇത് പറയുന്നത്, കർമ്മ ഈസ് എവറിത്തിങ്. മനസ്സിലായോ? ഇപ്പോ PR ആന്ന് പറഞ്ഞാലും എന്ത് പറഞ്ഞാലും നമുക്ക് എല്ലാവർക്കും ഒരു ദിവസം ലൈഫിൽ ഒരു ടേണിംഗ് പോയിന്റ് ഉണ്ടാവും. അപ്പൊ ഈ കുട്ടി ഇതിനകത്ത് വരാനും, ഈ കുട്ടിയായിരിക്കാം ഒരു പക്ഷേ ജയിക്കാനും, ഈ കുട്ടിയുടെ ഒരു കഷ്ടപ്പാടുണ്ട്, ഈ കുട്ടിയുടെ ഒരു മനസ്സിന്റെ നന്മ. ഇപ്പൊ ആൾക്കാർ പറയുന്നുണ്ട്, കുലസ്ത്രീ പറയുന്നു, അല്ലെങ്കിൽ അതിനകത്ത് ഒന്നും ചെയ്യുന്നില്ല, ഗെയിം കളിക്കുന്നില്ല. പക്ഷെ ഈ കുട്ടിയുടെ എത്തിയ ഒരു ട്രാവൽ ഉണ്ട്, ഈ കഷ്ടപ്പെടുന്ന ഒരു ട്രാവൽ ഉണ്ട്, ഈ കുട്ടിയുടെ മനസ്സിലൊരു ഇന്റൻഷൻ ഉണ്ട്. ആ ഇന്റൻഷനൊക്കെ വളരെ പ്യുവർ ആണെന്നുണ്ടെങ്കിൽ ചില നിമിത്തങ്ങളിൽ നമുക്ക് കുറച്ച് കണക്ട് ആയിട്ട് വരും. ഇത് എത്ര പേർക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്നുണ്ടെന്ന് എനിക്കറിയില്ല. ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി അനുവിന് പുറത്ത് പ്രേക്ഷകർക്കായിട്ട് ഉണ്ടാക്കി വെച്ച ഒരു ഇഷ്ടമുണ്ട്. അനുവിന് ഒരുപാട് ആൾക്കാരുടെ പ്രാർത്ഥനകളുണ്ട്. അപ്പം ഈ ബിഗ് ബോസ് ഗെയിം മാത്രം കണ്ടിട്ടാണ് അവർ പറയുന്നത് അനുമോൾ എന്ത് തേങ്ങ കാണിക്കാൻ, അനുമോൾക്ക് എവിടെ നിന്ന് കപ്പ് കിട്ടാൻ, അനുമോൾ എന്ത് ഗെയിമാണ് അതിൻ്റെ ഉള്ളിൽ കൊടുക്കണമെന്നല്ല. പക്ഷെ ഞാൻ ഈ പറഞ്ഞ മാതിരി അനുമോളുടെ സ്ട്രഗിള്,
അനുമോളുടെ പ്രേയേഴ്സ്, അനുമോളുടെ ഒരു ഇന്റൻഷൻ, അതൊക്കെ പ്യുവറാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു പ്രായത്തിൽ ഈ ഒരു കുട്ടി, ഞാൻ ഭയങ്കര സംഭവമായിട്ട് പറയണല്ലോ, കഷ്ടപ്പെട്ട് തന്നെയാണ് എല്ലാവരും ജീവിക്കുന്നത്, എല്ലാവരും കഷ്ടപ്പെട്ട് തന്നെയാണ് ജീവിക്കുന്നത്. പക്ഷേ ഈ ഒരു കുട്ടിയെ ഞാൻ എടുത്തു പറയാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ കുട്ടി അടിച്ച് താഴെ ഇടാൻ ഒരുപാട് ആൾക്കാർ ശ്രമിക്കുന്നു. ഈ കുട്ടി ഇപ്പം അതിൻ്റെ ഉള്ളൊന്നും ചെയ്യുന്നില്ല എന്ന് പറയുന്നു. അങ്ങനെ നോക്കുകയാണെങ്കിൽ ഇത്തവണത്തെ സീസൺ ഫ്ലോപ്പാന്ന് തന്നെ ഞാൻ പറയും. കാരണം അത്ര വലിയ കത്തിക്കയറ്റം ഗെയിംസും കാര്യങ്ങളൊന്നും അതിൻ്റെ ഉള്ളിലില്ല. പക്ഷെ ആ കുട്ടിയുടെ ഇന്റൻഷൻ ആണെന്നും ആ കുട്ടിയായിട്ട് ആരെയും വലിച്ച് താഴെ ഇടാൻ നോക്കുന്നില്ല എന്നുള്ളതാണ് എൻ്റെ ഒരു പെർസെപ്ഷനിലൂടെ എനിക്ക് മനസ്സിലായത്. സോ യുനോ, നമ്മുടെ ഇന്റൻഷൻ നല്ലതാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്നായാലും നല്ലൊരു റീച്ച് ഉണ്ടാവും എന്നാണ് ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നത്. സോ അനുവിന്റെ ഈ പാത്ത് ജെനുവിൻ ആണ്. അനു ഇത്രയും സ്ട്രഗിൾ ചെയ്തിട്ടാണ് ഇവിടെ എത്തിയിരിക്കുന്നത്. അപ്പോൾ ദിസ് ഇസ് ദ റൈറ്റ് ടൈം മേ ബി ഫോർ ഹർ ബെറ്റർ ലൈഫ്. അപ്പൊ അതുകൊണ്ട് തന്നെ ആയിരിക്കും ഒരുപാട് പ്രേക്ഷകരുടെ സപ്പോർട്ട് ഉണ്ട്, ഒരുപാട് ആൾക്കാർ ചങ്കൂറ്റത്തോടെ പറയുന്നുണ്ട് ഞാനും അനുവിന്റെ PR ആണെന്നുള്ളത്. അപ്പോൾ അതൊക്കെ ആളുടെ പ്രവൃത്തിയുടെ ഭാഗമായിട്ട് ആ കുട്ടിയിലോട്ട് റൈറ്റ് ടൈം ആയിരിക്കാം ഇത്. അതിനെ പല ആൾക്കാരും PR ആയിട്ട് കണക്ട് ചെയ്ത് സംസാരിക്കുന്നു, അതല്ലെങ്കിൽ ഡ്രാമ ഗേളാന്ന് പറയുന്നു, അങ്ങനെ പല പല കാര്യങ്ങളും പറയുന്നു. കഷ്ടപ്പെട്ട് ജീവിക്കുന്നവർക്കറിയാം കഷ്ടപ്പാട് എന്താണെന്നും പൈസ എന്താണെന്നും മറ്റുള്ളവരുടെ വിഷമം എന്താണെന്നും എന്താണ് സ്ട്രഗിൾ എന്നും എന്താണ് ആഗ്രഹമെന്നും എന്നിലോട്ട് എത്തണമെന്നും. ഇപ്പൊ അനുമോൾ ഭയങ്കര സെന്റിമെന്റൽ ആണ്, അനുമോൾ ഭയങ്കര കരയുന്ന ആളാണ്, അനുമോൾ ഭയങ്കര ഗീവറാന്നൊക്കെ പറയുന്നുണ്ട്. ഇതിനെല്ലാത്തിനുള്ള ഉത്തരം എനിക്ക് ലക്ഷ്മീനക്ഷത്രയിൽ നിന്ന് കിട്ടി, നിങ്ങൾക്ക് കിട്ടിയെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ ഒരുപാട് ആൾക്കാർ ഒരാളെ വലിച്ചിടാൻ നോക്കുന്നുണ്ടെങ്കിൽ യുനോ ദർ ഈസ് സംതിങ് അല്ലെ, ആ വ്യക്തിയിൽ എന്തെങ്കിലും ഉണ്ട്. ഈ എന്താ പറയാ, പഴുത്ത മാങ്ങയില എന്തോ കല്ലെറിയുള്ളൂ എന്നുള്ള വർത്താനമൊക്കെ പറയുന്നില്ലേ. അപ്പോൾ ഒരുപാട് ആൾക്കാർ കുറ്റപ്പെടുത്തുന്നുണ്ട്. അപ്പൊ ഇതിൽ പലരും പറയുന്നുണ്ട് ഗെയിം ഒന്നും കളിക്കുന്നില്ല, പിന്നെ എന്ത് രീതിയിലാണ് കപ്പ് കൊടുക്കുന്നത് എന്നുള്ളത്. ആൾക്ക് കൊടുക്കേണ്ട രീതിയിൽ ആളവിടെ പഴമഴിഞ്ഞ പോലെ എന്നുള്ളത് എന്നിരിക്കുന്നത്. നെഗറ്റീവ് ആണെങ്കിൽ പോസിറ്റീവ് ആണെങ്കിൽ അനുമോൾ തെറ്റായിട്ടുള്ള കാര്യങ്ങൾ സംസാരിച്ചിട്ടുണ്ട്, ഞാനും അതിനെ പറ്റി സംസാരിച്ചിട്ടുണ്ട്. പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ സംസാരിച്ചിട്ടുണ്ട്. അനുമോളുടെ ഒരു ക്യാരക്ടർ ഉണ്ട്, അച്ഛനും അമ്മയ്ക്കും ഭയങ്കര ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒരു വ്യക്തിയാണ്, ഒരു ഓർത്തഡോക്സ് ലൈൻ കൈൻഡ് ഓഫ് പിടിച്ചു പോകുന്ന ഒരു വ്യക്തിയാണ്. അനുമോളുടെ പാസ്റ്റ് കുറച്ച് കാര്യങ്ങൾ ഞാനും അറിയാനിടയായി. അപ്പം സങ്കടം കണ്ടാൽ പെട്ടെന്ന് അലിയുന്ന ഒരു വ്യക്തിയാണ്. ആൻഡ് ഇത്രയും സ്ട്രഗിൾ ചെയ്ത് കഷ്ടപ്പെട്ടിട്ടൊക്കെ വർക്കൊക്കെ എടുത്ത ആ വ്യക്തി ഒരു ദിവസം രക്ഷപ്പെടുന്നതിന് ആർക്കാണ് ഇത്ര കണ്ണുകടി? അങ്ങനെ കണ്ണുകടി ഉള്ളവരാണെങ്കിൽ അവരെയല്ലേ നമ്മൾ ഇഗ്നോർ ചെയ്യേണ്ടത്. സോ വാട്ട് എവർ ഇറ്റ് ഈസ്, ഇപ്പോഴും ഞാൻ പറയുന്നത് എനിക്കറിയില്ല അനുമോളാണോ ജയിക്കാൻ പോകുന്നതെന്നുള്ളത്. ജയിച്ചാൽ സന്തോഷം, അതല്ല നമുക്കറിയത്തില്ല എന്താണെന്നുള്ളത്. സോ ഡിസേർവ് ചെയ്യുന്ന ആള് ഇതാവട്ടെ. പക്ഷെ എന്ത് തന്നെയാണെങ്കിലും ആൾ ഇവിടം വരെ എത്തിയൊരു ട്രാവൽ ജേർണി എനിക്ക് ലക്ഷ്മി നക്ഷത്രം പറഞ്ഞപ്പോഴാണ് മനസ്സിലായത്. അത് കേട്ടപ്പോൾ എനിക്കും ഉള്ളിൽ തോന്നിയത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരുപാട് കഷ്ടപ്പെടുന്നതിന് ഒരു റിസൾട്ട് എന്നായാലും ഉണ്ടാവും. ഈവൻ എൻ്റെ അമ്മ എന്നോട് പറയുന്നുണ്ട്, നീ ബാഡ് ഇന്റൻഷൻ വയ്ക്കുക, നീ നിന്റെ കാര്യങ്ങൾ ചെയ്തു പോ, റൈറ്റ് ടൈമിൽ തിങ്സ് വിൽ ബി ഓക്കെ എന്നുള്ളത്. അപ്പം ആരാണ് വിന്നറാൻ പോണതെന്ന് എനിക്കറിയത്തില്ല. പക്ഷെ ഇത് എനിക്ക് അനുമോളെ പറ്റിയിട്ട് ഞാൻ അറിഞ്ഞ കാര്യം എനിക്ക് നിങ്ങളോട് പറയണമെന്നുണ്ടായിരുന്നു. സപ്പോർട്ട് ചെയ്യുന്നവർ സപ്പോർട്ട് ചെയ്യുക, സപ്പോർട്ട് ചെയ്യാൻ താല്പര്യമില്ലാത്തവർ സപ്പോർട്ട് ചെയ്യണ്ട. എല്ലാവരും സപ്പോർട്ട് ചെയ്യണമെന്ന് പറയാനല്ല ഞാൻ ഈ വീഡിയോ ചെയ്തത്. ഈ കുട്ടി ഇങ്ങനെയായിരുന്നു സ്ട്രഗിൾ ചെയ്ത് ഇവിടെ എത്തിരുന്നതെന്ന് അറിയാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ അറിയിക്കണമെന്ന് എനിക്ക് തോന്നി. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ. ഗുഡ് ബൈ, സ്റ്റേ ബ്ലെസ്ഡ്.